സോ നെക്സ്റ്റ് വരുന്നത് സിമോസ് ഇൻവെർട്ടറിന്റെ സ്വിച്ചിങ് ത്രെഷോൾഡ്. സോ സ്വിച്ചിങ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വോൾട്ടേജ് ട്രാൻസ്ഫർ ക്യാരയിൽ, അതായത് വി ടി സി കർവിൽ വി ഇൻ ഈക്വൽ ടു വി ഔട്ട് എന്ന് പറയുന്ന ലൈനും വി ടി സി കർവും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വിച്ചിങ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അത് ചില സ്റ്റാൻഡേർഡ് ബുക്സിനകത്ത് വി ടി എച്ച് എന്നും കാണാറുണ്ട്, വി എം എന്നും കാണാറുണ്ട് സ്വിച്ചിങ് ത്രെഷോൾഡ്. സോ രണ്ട് നൊട്ടേഷൻസ് മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ സ്വിച്ചിങ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വി ടി സി കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ കർവില് വി ഇൻ ഇസ് ഈക്വൽ ടു വി ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ലൈനും വി ഇൻ ഇസ് ഈക്വൽ ടു വി ഔട്ട് എന്ന് പറയുന്ന ലൈനും വി ടി സി കർവും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ വോൾട്ടേജിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്വിച്ചിങ് ത്രെഷോൾഡ് എന്ന് പറയുന്നത്. ആ സ്വിച്ചിങ് ത്രെഷോൾഡിന്റെ പ്രത്യേകത എന്താണ്? ബോത്ത് എൻമോസ് ആൻഡ് പിമോസ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഏത് റീജിയൻ ഓഫ് ഓപ്പറേഷനിലായിരിക്കും? സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് സാച്ചുറേഷൻ കറണ്ട് എൻമോസ് ട്രാൻസിസ്റ്ററിലെയും പിമോസ് ട്രാൻസിസ്റ്ററിലൂടെയുള്ള ഡ്രെയിൻ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും അറ്റ് സ്വിച്ചിങ് ത്രെഷോൾഡ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വി ടി എച്ചിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ സ്വിച്ചിങ് ത്രെഷോൾഡ് ഓഫ് സിമോസ് ഇൻവെർട്ടർ. അതിന്റെ കൂടെ ഒരു പ്രോബ്ലം കൂടി ചോദിക്കാറുണ്ട് സാധാരണയായിട്ടും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സ്വിച്ചിങ് ത്രെഷോൾഡിന്റെ എക്സ്പ്രഷൻ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോ എന്താ കണ്ടീഷൻ? വെൻ വി ഇസ് ഈക്വൽ ടു വി ഔട്ട്, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഈക്വൽ ആകുന്ന സമയത്ത് എന്താണ്? ഐ ഡി സാറ്റ്, അതായത് സാച്ചുറേഷൻ ഡ്രെയിൻ കറണ്ട് ഓഫ് എൻമോസ് ട്രാൻസിസ്റ്റർ ഇസ് ഈക്വൽ ടു സാച്ചുറേഷൻ ഡ്രെയിൻ കറണ്ട് ഓഫ് പിമോസ് ട്രാൻസിസ്റ്റർ. മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, രണ്ടിന്റെയും സാച്ചുറേഷൻ ഡ്രെയിൻ കറണ്ട്സ് സെയിം ആയിരിക്കും. സോ ഇവിടെ നിങ്ങൾ ഓൾറെഡി ലോവർ ക്ലാസ്സസിൽ ട്രാൻസിസ്റ്റേഴ്സിന്റെ റീജിയൻസ് ഓഫ് ഓപ്പറേഷൻ പഠിക്കുന്ന സമയത്ത് ലീനിയർ റീജിയനിലെയും സാച്ചുറേഷൻ റീജിയനിലേക്ക് ഡ്രെയിൻ കറണ്ടിന്റെ എക്സ്പ്രഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അതേ ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ സാച്ചുറേഷൻ ഡ്രെയിൻ കറണ്ട് ഓഫ് എൻ മോസ് ട്രാൻസിസ്റ്റർ ഈസ് ഗിവൺ ബൈ Kn by 2 into VGS minus VTN of NMOS transistor the whole square. Okay, Kn by 2 into VGS minus VTN of N the whole square. അപ്പോൾ ഇതിനകത്ത് ഇവിടുത്തെ VGS എന്ന് പറയുന്നത് NMOSന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. VTN എന്ന് പറയുന്നത് NMOSന്റെ മാത്രം ത്രെഷോൾഡ്, അതായത് നമ്മുടെ കട്ടിംഗ് വോൾട്ടേജ് എന്ന് പറയും. VTN എന്ന് പറയുന്നത് എൻമോസിന്റെ കട്ടിംഗ് വോൾട്ടേജ്. ദെൻ VGS എന്ന് പറയുന്നത് എൻമോസിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അതേപോലെ പിമോസ് എഴുതുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? KP/2 ഇൻറ്റു VGS മൈനസ് VTP ഓഫ് പിമോസ് ട്രാൻസിസ്റ്റർ ദി ഹോൾ സ്ക്വയർ. KN വരെ KP ആവും, VGSN എന്ന് പറയുന്നത് VGSP ആവും, then VTN ന് പകരം VTP, PMOSന്റെ ത്രെഷോൾഡ് വോൾട്ടേജ്. സോ ദിസ് വിൽ ബി ഈക്വൽ. ഇതാണ് സാച്ചുറേഷൻ കറണ്ടിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത് ഇനി നമുക്ക് ആവശ്യമുണ്ട്, സോ ബൈ ഹാർട്ട് ചെയ്യുക. അതിൽ KN KP എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇക്വേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. KN ഇസ് ഗിവൺ ബൈ മ്യൂ N COX into W by L, where mu N is the mobility of electron, COX is oxide capacitance, W is the width of the NMOS, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് NMOS. അതിൽ W by L റേഷ്യോനെയാണ് നമ്മൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്, വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ. ഓക്കെ, ഇത് KN. അതേപോലെ KP എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ മ്യൂ P COX into W by L. ഹോൾസിന്റെ മൊബിലിറ്റി, ഓക്സൈഡ് കപ്പാസിറ്റൻസ്. ഇവിടെ W by L എന്ന് പറയുന്നത് പിമോസ് ട്രാൻസിസ്റ്ററിന്റെ വിഡ്ത്തും ലെങ്തും. ഓക്കെ, അപ്പൊ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ലാസ്റ്റ് ആവശ്യമായിട്ടുള്ളൂ. ഇപ്പൊ തൽക്കാലം KN KP എന്നുള്ള രീതിക്ക് തന്നെ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ സിമോസ് ഇൻവെർട്ടറിൽ ഈ പറയുന്ന ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? VGSN എന്താണ്? എൻമോസിന്റെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് അല്ലേ? V ഇൻ ആയിരിക്കും. അതേപോലെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഓഫ് P, VGSP എന്ന് പറയുന്നത് എന്താണ്? PMOS മുകളിലാണ് ഇരിക്കുന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് V ഇൻ മൈനസ് VDD.
അല്ലേ? വി ഇൻ മൈനസ് തിരിച്ചു വി ഡി ഡി മൈനസ് വി ഇൻ, ഗേറ്റ് അല്ലേ? വി ജി എസ് പി എന്ന് പറയുന്നത് വി ഡി ഡി മൈനസ് വി ഇൻ. ദെൻ അതേപോലെ നമ്മളിവിടെ കണ്ടീഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വി ഇന്നും വി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? സെയിം തന്നെയാണ്. ആ പോയിന്റ് വി ടി സി കർവുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനാണ് എന്തെന്ന് പറയുന്നത്? സ്വിച്ചിങ് ത്രെഷോൾഡ് വി ടി എച്ച് എന്ന് പറയുന്നത് അല്ലേ? സോ വി ഇന്നും വി ഔട്ടും വരുന്നിടത്ത് നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? വി ടി എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമ്മുടെ ഈ ഇക്വേഷനിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ആദ്യം കൊടുക്കാം. അപ്പൊ എന്താ വരും? നോക്കുക, കെ എൻ ബൈ 2 ഇൻറ്റു വി ജി എസ് എൻ. വി ജി എസ് എൻ എന്ന് പറയുന്നത് എന്താണ്? വി ഇൻപുട്ട് ആണ് അല്ലേ? സോ വി ഇൻപുട്ട് മൈനസ് വി ടി എൻ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ പി ബൈ 2 ഇൻറ്റു അവിടുത്തെ വി ജി എസ് പി എന്ന് പറയുന്നത് എന്താണ്? വി ഡി ഡി മൈനസ് വി ഇൻ. സോ വി ഡി ഡി മൈനസ് വി ഇൻ. പിന്നെ ഒരു വി ടി പിയും കൂടെ ഉണ്ട്. സോ വി ടി പി ദി ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് പഠിച്ചു? വി ഇന്നും വി ഔട്ടും സെയിം തന്നെയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു വി ടി എച്ച്. അപ്പൊ വി ഇൻ വരുന്നിടത്ത് എല്ലാം എന്ത് റീപ്ലേസ് ചെയ്യുക? വി ടി എച്ച് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. സോ കെ എൻ ബൈ 2 ഇൻറ്റു വി ടി എച്ച് മൈനസ് വി ടി എൻ ദി ഹോൾ സ്ക്വയർ. ഈ രണ്ട് ത്രെഷോൾഡും തമ്മിൽ മാറിപ്പോകരുത്. വി ടി എച്ച് എന്ന് പറയുന്ന സ്വിച്ചിങ് ത്രെഷോൾഡും വി ക്യാപിറ്റൽ ടിയും വി ക്യാപിറ്റൽ ടി പി എന്ന് പറയുന്നത് എൻമോസിന്റെയും പിമോസിന്റെയും ഇൻഡിവിജ്വൽ കട്ടിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് ആണ്. ഇത് സ്വിച്ചിങ് ത്രെഷോൾഡ് ഓഫ് സിമോസ് ഇൻവെർട്ടർ ആണ്. അത് രണ്ടും തമ്മിൽ മാറിപ്പോവാണ്ട് നോക്കുക. സോ കെ പി ബൈ 2 ഇൻറ്റു ഇവിടെ എന്ത് വരും? വി ഡി ഡി മൈനസ് വി ടി എച്ച് മൈനസ് വി ടി പി ദി ഹോൾ സ്ക്വയർ. ഇനി സിമ്പിൾ അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡും ഈക്വൽ ടുവിന്റെ രണ്ട് സൈഡുള്ള 2 ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ സ്ക്വയർ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് വി ടി എച്ചിന്റെ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുക. ദെൻ ഈ കെ പിനെ ഞാനിപ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. സോ കെ എൻ ബൈ കെ പി സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് കെ എൻ ബൈ കെ പി ഇൻറ്റു രണ്ട് സൈഡുള്ള സ്ക്വയർ അങ്ങ് പോകും. വി ടി എച്ച് മൈനസ് വി ടി എൻ ഈസ് ഈക്വൽ ടു കെ പി നമ്മൾ ഇപ്പത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ? വി ഡി ഡി മൈനസ് വി ടി എച്ച് മൈനസ് വി ടി പി. സോ ഈ വി ടി എച്ചിനെ കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരിക. വി ടി എച്ച് ടേം സൈഡ് ഒരു സൈഡിലാക്കുക, ബാക്കി എല്ലാത്തിനും അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഇവിടെ എന്താ വരും? നമ്മൾ വി ടി എച്ച് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് കെ എൻ ബൈ കെ പി. ഈ വി ടി എച്ച് ഇപ്പുറത്ത് വരുമ്പോൾ +1 ഇസ് ഈക്വൽ ടു ഇവിടെ വി ഡി ഡി മൈനസ് വി ടി പി. ദെൻ ഈ വി ടി എൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. സോ പ്ലസ് റൂട്ട് ഓഫ് കെ എൻ ബൈ കെ പി ഇൻറ്റു വി ടി എൻ. ഓർ എക്സ്പ്രഷൻ ടു സ്വിച്ചിങ് ത്രെഷോൾഡ് എന്താ വരാം? വി ടി എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് വി ടി പി പ്ലസ് റൂട്ട് ഓഫ് കെ എൻ ബൈ കെ പി ഇൻറ്റു വി ടി എൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ root of kn by kp plus 1. So this is the expression for switching threshold of CMOS inverter. Okay, so ഈ derivation important ആണ്, മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ ഇതിനകത്ത് പിന്നെ ഇനി എക്സ്ട്രാ വരുന്ന സ്വിച്ചിങ് ത്രെഷോൾഡിന്റെ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ, ഒരു ഡയറക്റ്റ് സോൾവ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ്. നമ്മൾ കെ എൻ കെ പി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു 1-2 ടേംസ് കൂടെ പഠിക്കാനുണ്ട്. അതായത് കെ എൻ എന്ന് പറയുന്നത് എന്താണ്? കെ എൻ എന്ന് പറയുന്നത് മ്യൂ എൻ COX into W by L. ഇത് ആക്ച്വലി നമ്മൾ അതിനെ കെ എന്നിനെയും കെ പിനെയും ഒക്കെ പറയുന്നത് ട്രാൻസ് കണ്ടക്ടൻസ് പാരാമീറ്റേഴ്സ് എന്നാണ്. സിമോസ് ഇൻവെർട്ടേഴ്സിന്റെ ട്രാൻസ് കണ്ടക്ടൻസ് പാരാമീറ്റർ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇവിടെ മ്യൂ എൻ COXനെ എന്ത് എഴുതുകയാണ്? ലെറ്റ് മ്യൂ എൻ COXനെ ഞാൻ വേറൊരു ടേമിലേക്ക് കൊണ്ടുപോവാണ്, കെ എൻ ഡാഷ്. ഓക്കെ, മ്യൂ എൻ COXനെ മാത്രം കെ എൻ ഡാഷ് എന്ന് എഴുതുവാണ്. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വരും? എങ്ങനെ മാറും? കെ എൻ ഇസ് ഈക്വൽ ടു കെ എൻ ഡാഷ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ അല്ലെ? കെ എൻ ഡാഷ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ. ഇപ്പൊ തൽക്കാലം എൻമോസിൻ്റെതായിട്ട് ഞാൻ ഇവിടെ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു.
ഓക്കെ, ഇനി അതേപോലെ PMOSന്റെ KP എന്ന് പറയുന്നത് എന്താണ്? μP COX ഇൻറ്റു W/L. സോ ഇതിൽ ലെറ്റ് μP ഇൻറ്റു COX, അതിന് ഞാൻ KP ഡാഷ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? KP is equal to KP dash into W/L of P. ഓക്കെ, PMOSന്റെ ആസ്പെക്ട് റേഷ്യോ. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന്, അതായത് KN ഡാഷിന്റെയും KP ഡാഷിന്റെയും റേഷ്യോ എടുത്ത് KN ഡാഷ് ഡിവൈഡഡ് ബൈ KP ഡാഷ് എന്താ വരും? രണ്ട് സൈഡ് KN ഡാഷ് ബൈ KP ഡാഷ് എടുക്കുമ്പോൾ COX ഓക്സൈഡ് കപ്പാസിറ്റൻസ് രണ്ടും കട്ട് ചെയ്തു പോകും. ബാക്കി എന്തേ ഉള്ളൂ? μN ഡിവൈഡഡ് ബൈ μP. അതായത് റേഷ്യോ ഓഫ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. അതിനെയാണ് നമ്മൾ R അല്ലെങ്കിൽ ഗാമ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ടേമിനെ നമ്മൾ പറയുന്ന പേര് മൊബിലിറ്റി റേഷ്യോ എന്ന് പറയും. ഒരിക്കലും ഹോൾസിന്റെയും ഇലക്ട്രോൺസിന്റെയും മൊബിലിറ്റീസ് ഈക്വൽ ആകത്തില്ല. അപ്പൊ ആ റേഷ്യോനെ പറയുന്ന പേരാണ് മൊബിലിറ്റി റേഷ്യോ. R അല്ലെങ്കിൽ ഗാമ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇത് ഒരു ടേം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, അപ്പൊ ഈ KN ഡാഷ് ബൈ KP ഡാഷ് ഉണ്ടല്ലോ, ഇതാ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് എഴുതാലോ. KN ഡാഷ് ബൈ KP ഡാഷ് എന്താ വരും? നോക്കേ, KN ഡാഷ് ബൈ അല്ല KN ബൈ KP എന്ന് എടുക്കുക. KN ബൈ KP is equal to എന്താ വരും? KN ഡാഷ് ഇൻറ്റു W/L of N ഡിവൈഡഡ് ബൈ KP എന്താ വരും? KP ഡാഷ് ഇൻറ്റു W/L of P അല്ലേ? KN ബൈ KP എന്ന് പറയുന്നത് KN ഡാഷ് ഇൻറ്റു W/L of N ഡിവൈഡഡ് ബൈ KP ഡാഷ് ഇൻറ്റു W/L of P. അപ്പൊ ഇവിടെ ആസ്പെക്ട് റേഷ്യോസ് സെയിം ആണെങ്കിൽ, അതായത് NMOSന്റെയും PMOSന്റെയും വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ, ആസ്പെക്ട് റേഷ്യോ സെയിം ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? KN ബൈ KPയും KN ഡാഷ് ബൈ KP ഡാഷും സെയിം ആവത്തുള്ളൂ. ഓക്കെ, അതായത് ഇഫ് W/L of N, aspect ratio of N is equal to aspect ratio of P, then KN dash by KP dash എന്ന് പറയുന്നത് എന്തിന് തന്നെ ഈക്വൽ ആവും? KN by KP ക്ക് തന്നെ ഈക്വൽ ആവും. അത് തന്നെയാണ് എന്ത്? μN by μP. ഓക്കെ, സോ നോർമലി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 മുതൽ 3 വരെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആസ്പെക്ട് റേഷ്യോസ് സെയിം ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യന്റെ പ്രോബ്ലത്തിൽ അങ്ങനെ തന്നിട്ടുണ്ടാവും. ഈ KN KPയുടെ ഒന്നും വാല്യൂ തന്നിട്ടുണ്ടാവത്തില്ല. പകരം മൊബിലിറ്റിയുടെ വാല്യൂസ് തന്നിട്ട് ആസ്പെക്ട് റേഷ്യോ സെയിം ആണെന്ന് പറയും. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു അസംപ്ഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആസ്പെക്ട് റേഷ്യോ സെയിം ആണെങ്കിൽ മാത്രമേ KN ഡാഷ് ബൈ KP ഡാഷും KN ബൈ KPയും μN ബൈ μP റേഷ്യോസും സെയിം ആകത്തുള്ളൂ. ആൻഡ് അതിന്റെ ആ റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് നോർമലി 2 മുതൽ 3 വരെ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് സ്വിച്ചിങ് ത്രെഷോൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ടൊരു റിലേറ്റ് ചെയ്തിട്ടൊരു പ്രോബ്ലം നോക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ CMOS പ്രോസസ് വിത്ത് ഫോളോയിങ് പാരാമീറ്റേഴ്സ്, അല്ലെങ്കിൽ ട്രാൻസ് കണ്ടക്ടൻസ് പാരാമീറ്റേഴ്സ് എന്ന് തരും. KN dash is equal to 140 microampere per volt square, KP dash is equal to 60 microampere per volt square, VTN 0.7 volt, VTP minus 0.7 volt, VDD is equal to 3 volt. So, 3 sub-questions are വരുന്നത്. First question, verify whether the design is symmetric. Assume KN is equal to KP. Then, രണ്ടാമത്തെ, find the relation between aspect ratios of N and P for the above design. മൂന്നാമത്തെ, consider if W/L of N is equal to W/L of P. അതായത് ആസ്പെക്ട് റേഷ്യോ സെയിം ആണെങ്കിൽ ഫൈൻഡ് സ്വിച്ചിങ് ത്രെഷോൾഡ്. ഓക്കെ, ഇത്രയാണ് ഉള്ളത് ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വെരിഫൈ വെദർ ദ ഡിസൈൻ ഇസ് സിമെട്രിക്. അപ്പൊ ഇതിനകത്ത് സിമെട്രിക് ഡിസൈൻ ആണെങ്കിൽ, ഫോർ എ സിമെട്രിക് ഡിസൈൻ, ഓക്കെ, സിമെട്രിക് ഡിസൈന് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്വിച്ചിങ് ത്രെഷോൾഡ് VTH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി ഹാഫ് ഓഫ് ദി സപ്ലൈ വോൾട്ടേജ് VDD. ഓക്കെ, സപ്ലൈ വോൾട്ടേജിന്റെ ഹാഫ് ആയിരിക്കണം സ്വിച്ചിങ് ത്രെഷോൾഡ്. അങ്ങനെയാണെങ്കിൽ ആ ഡിസൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിമെട്രിക് ഡിസൈൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓൾറെഡി VDD തന്നിട്ടുണ്ട്, 3 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ VDD/2 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? VDD/2 എന്ന് പറയുന്നത് 3/2, അതായത് 1.5 വോൾട്ട്.
ഓക്കെ, അപ്പൊ VDD/2 1.5 വോൾട്ട് ആണെങ്കിൽ സ്വിച്ചിങ് ത്രെഷോൾഡും എന്ത് തന്നെ ആവണം, 1.5 വോൾട്ട് ആയാൽ ആ ഡിസൈൻ എന്ത് ഡിസൈൻ ആണെന്ന് പറയാം, സിമെട്രിക് ഡിസൈൻ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ സ്വിച്ചിങ് ത്രെഷോൾഡ് കണ്ടുപിടിക്കണം. സ്വിച്ചിങ് ത്രെഷോൾഡിന്റെ എക്സ്പ്രഷൻ എന്താണ്, VTH എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു VDD മൈനസ് VTP പ്ലസ് റൂട്ട് ഓഫ് KN/KP into VTN divided by root of KN/KP plus 1. ഇതാണ് സ്വിച്ചിങ് ത്രെഷോൾഡിന്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് എടുക്കുന്ന സമയത്ത് VTPയും VTNും എടുക്കുന്ന സമയത്ത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, സൈൻ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എൻമോസിന്റെ ത്രെഷോൾഡ് പോസിറ്റീവും PMOSന്റെ ത്രെഷോൾഡ് നെഗറ്റീവും ആണ്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. സോ ഇവിടെ -0.7 വോൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക. ദെൻ എന്ത് പറഞ്ഞിട്ടുണ്ട്, KNും KPയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ KN/KP ഈക്വൽ ആണെങ്കിൽ റൂട്ട് ഓഫ് KN/KP എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലെ. സോ നമുക്ക് എല്ലാ വാല്യൂസും ഡയറക്ട്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് വരും നോക്കിയേ, VTH is equal to VDD എന്ന് പറയുന്ന 3 വോൾട്ട്, 3 മൈനസ് ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് P, മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി 0.7, ദെൻ പ്ലസ് KN/KP, KNും KPയും ഈക്വൽ ആണ്. അപ്പൊ അതെന്താവും 1, VTN എന്ന് പറയുന്നത് 0.7 വോൾട്ട്. മായ്ച്ചിട്ട് എഴുതുവാണേ. സോ VTH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 0.7 പ്ലസ് 0.7 ഡിവൈഡഡ് ബൈ root of KN/KP 1. So 1 plus 1 2. So minus 0.7 plus 0.7 cancel out, 3/2 is equal to 1.5 volt എന്ന് കിട്ടും. അപ്പോൾ ത്രെഷോൾഡ് സ്വിച്ചിങ് ത്രെഷോൾഡും 1.5 വോൾട്ട് കിട്ടി. VDD/2 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, 1.5 വോൾട്ട് ആണ്. അപ്പോൾ സിൻസ് VTH സ്വിച്ചിങ് ത്രെഷോൾഡ് is equal to VDD/2 is equal to 1.5 വോൾട്ട്, എന്താണ്, വെരിഫൈ വെദർ ഡിസൈൻ ഇസ് സിമെട്രിക് എന്നാണ് അല്ലേ. അപ്പൊ അത് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതണം, ദ ഡിസൈൻ ഇസ് സിമെട്രിക്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ ആ കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കുക. സ്വിച്ചിങ് ത്രെഷോൾഡ് എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിന്റെ ഹാഫ് ആണെങ്കിൽ അത് എന്തെന്നറിയാം, എന്ത് ഡിസൈൻ ആണെന്ന് പറയാം, സിമെട്രിക് ഡിസൈൻ ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ആസ്പെക്ട് റേഷ്യോസ് ഓഫ് N ആൻഡ് T ഫോർ ദി എബവ് ഡിസൈൻ. അതായത് W/L ഓഫ് Nന്റെയും W/L ഓഫ് Tയുടെയും റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആ ആസ്പെക്ട് റേഷ്യോയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഇക്വേഷൻ വേണം എടുക്കാൻ. നമുക്ക് എന്തറിയാം, KN/KP എന്ന് പറയുന്നത് എന്താണ്, KN/KP എന്ന് പറയുന്നത് KN ഡാഷ് ഇൻറ്റു W/L ഓഫ് N ഡിവൈഡഡ് ബൈ KP ഡാഷ് ഇൻറ്റു W/L ഓഫ് P. ഇതാണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ, ആസ്പെക്ട് റേഷ്യോ കണക്ട് ചെയ്ത് വരുന്ന ഇക്വേഷൻ. ഇവിടെ ഫോർ ദി എബവ് ഡിസൈൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഈ സിമെട്രിക് ഡിസൈനിലുള്ള ആസ്പെക്ട് റേഷ്യോസിന്റെ റിലേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ സിമെട്രിക് ഡിസൈനിൽ നമുക്ക് ഓൾറെഡി ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, KNും KPയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റേഷ്യോ എന്തായിരിക്കും, KNും KPയും ഈക്വൽ ആണെങ്കിൽ ഇത് ഇസ് ഈക്വൽ ടു എന്തെന്ന് അസ്യൂം ചെയ്യാം, 1 എന്ന് അസ്യൂം ചെയ്തൂടെ, KNും KPയും 1 ഈക്വൽ ആണെങ്കിൽ. സോ ഇവിടെ നമുക്ക് KN ഡാഷ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, KP ഡാഷ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ റിലേഷൻ ബിറ്റ്വീൻ NMOS ആൻഡ് PMOS ആസ്പെക്ട് റേഷ്യോ എന്താ വരാം, W/L ഓഫ് N ഡിവൈഡഡ് ബൈ W/L ഓഫ് P എന്ന് പറയുന്നത് എന്തായിരിക്കും, വിൽ ബി ഈക്വൽ ടു KP ഡാഷ് ഡിവൈഡഡ് ബൈ KN ഡാഷ്. ദാറ്റ് ഈസ് KP ഡാഷ് എന്ന് പറയുന്നത് എന്താ, KP ഡാഷ് എന്ന് പറയുന്നത് 60 മൈക്രോ ആംപിയർ പെർ വോൾട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 140 മൈക്രോ ആംപിയർ പെർ വോൾട്ട് സ്ക്വയർ. സോ 6/14 എന്ന് വരും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2.33. ഓക്കെ, 6/14 എന്ന് പറയുന്നത് 1/2.33 എന്ന് വരും. അതല്ലെങ്കിൽ ഓർ എന്തെഴുതാം, ആസ്പെക്ട് റേഷ്യോ ഓഫ് PMOS ട്രാൻസിസ്റ്റർ W/L ഓഫ് P എന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു 2.33 times the aspect ratio of NMOS transistor. ഓക്കെ, അപ്പൊ ഈ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, വിഡ്ത്ത് ടു ലെങ്ത്, അതായത് ഡയമെൻഷൻ ആണ് അല്ലേ. അപ്പൊ PMOSന്റെ സൈസ് എന്ന് പറയുന്നത് NMOSന്റെ സൈസിനെക്കാട്ടിലും 2.33 ടൈംസ് കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിസൈൻ എന്ത് ഡിസൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ, സിമെട്രിക് ഡിസൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് കണ്ടീഷൻ. ഓക്കെ, സോ
W by L of P should be 2.33 times W by L of N. അതായത് പി മോസിന്റെ ഡയമെൻഷൻ എൻ മോസിനെക്കാട്ടിലും 2.33 ടൈംസ് ലാർജർ ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സപ്പോസ് ഇഫ് ആസ്പെക്ട് റേഷ്യോസ് ആർ ഈക്വൽ, കൺസിഡർ W by L of N is equal to W by L of P, find switching threshold. ഓക്കെ, അപ്പൊ എന്താ വരും? ആസ്പെക്ട് റേഷ്യോസ് സെയിം ആണെങ്കിൽ, ഇപ്പൊ കെ എൻ ബൈ കെ പി എന്ന് പറയുന്നത് എന്താണ്? കെ എൻ ബൈ കെ പി എന്ന് പറഞ്ഞാൽ കെ എൻ ഡാഷ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ ഓഫ് എൻ ഡിവൈഡഡ് ബൈ കെ പി ഡാഷ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ ഓഫ് പി. ഇപ്പൊ ആസ്പെക്ട് റേഷ്യോസ് രണ്ടും സെയിം ആണെങ്കിൽ കെ എൻ ബൈ കെ പി എന്ന് പറയുന്നത് എന്ത് മാത്രമേ വരത്തുള്ളൂ? 140 ഡിവൈഡഡ് ബൈ 60, അതായത് 2.33 എന്ന് കിട്ടും. അപ്പൊ എവിടെയൊക്കെ കെ എൻ ബൈ കെ പി വരുന്നു അവിടെയെല്ലാം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2.33 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ത് തന്നേക്കുന്നത്? കെ എൻ കെ പിയുടെ വാല്യൂ തന്നേക്കുന്നത്. സോ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. സ്വിച്ചിങ് ത്രഷോൾഡിന്റെ എക്സ്പ്രഷൻ എന്താ? VTH will be equal to VDD minus magnitude of VTP plus root of Kn by Kp into VTN divided by root of Kn by Kp plus 1. ഓക്കെ, സോ എല്ലാ പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്. VDD എന്ന് പറയുന്നത് 3 വോൾട്ട്, 3 ദെൻ മൈനസ് സ്വിച്ചിങ് ത്രഷോൾഡിന്റെ ത്രഷോൾഡ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. സോ 0.7 പ്ലസ് Kn by Kp എന്ന് പറയുന്നത് 2.33 ആണ്. നമുക്ക് റൂട്ട് ഓഫ് Kn by Kp ആണ്. സോ റൂട്ട് ഓഫ് 2.33 ഇൻറ്റു VTN എന്ന് പറയുന്നത് 0.7 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2.33 പ്ലസ് 1. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേനും അപ്രോക്സിമേറ്റ്ലി 1.3 വോൾട്ട് എന്ന് കിട്ടും. അതാണ് സ്വിച്ചിങ് ത്രഷോൾഡ് VTH എന്ന് പറയുന്നത്. ഓക്കെ, 1.33 വോൾട്ട്. അപ്പൊ ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മാർക്ക് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് നോക്കിയേ, നമ്മൾ നോർമലി പഠിച്ചത് സ്വിച്ചിങ് ത്രഷോൾഡ് VTH എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? വിനും വി ഔട്ടും ഈക്വൽ ആകുന്ന പോയിന്റും നമ്മുടെ ആ കർവിൽ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് സ്വിച്ചിങ് ത്രഷോൾഡ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് VDD/2 ഫസ്റ്റ് കേസിൽ സിമെട്രിക് ഡിസൈൻ ആയിരുന്ന സമയത്ത് VTH എത്രയാ കിട്ടിയേ? ത്രഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോർ സിമെട്രിക് ഡിസൈൻ നമുക്ക് VTH കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വോൾട്ട് ആയിരുന്നു, അല്ലെ? അവിടെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഈ ഒരു കണ്ടീഷൻ, അതായത് VTH 1.5 വോൾട്ട് ആവണമെങ്കിൽ അല്ലെങ്കിൽ സിമെട്രിക് ഡിസൈൻ ആവണമെങ്കിൽ PMOSന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2.33 ടൈംസ് NMOSന്റെ ഡയമെൻഷൻ ആയിരിക്കണം. നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പേ പ്രൂവ് ചെയ്തു. പക്ഷെ ആസ്പെക്ട് റേഷ്യോസ് സെയിം ആയാൽ എന്ത് സംഭവിക്കും? സ്വിച്ചിങ് ത്രഷോൾഡ് എന്ന് പറയുന്നത് 1.3 ആയിട്ട് മാറും. അതായത് ആസ്പെക്ട് റേഷ്യോസ് സെയിം ആയി കഴിഞ്ഞാൽ സ്വിച്ചിങ് ത്രഷോൾഡ് എന്ന് പറയുന്നത് VDD/2 ചെറിയൊരു വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ആവും എന്നാണ് മീനിങ്. ഓക്കെ, സോ സിമെട്രിക് ഡിസൈൻ ആണെങ്കിൽ ഒരിക്കലും ആസ്പെക്ട് റേഷ്യോസ് സെയിം ആവത്തില്ല. പക്ഷെ സെയിം ആയി കഴിഞ്ഞാൽ സ്വിച്ചിങ് ത്രഷോൾഡിന് എന്ത് സംഭവിക്കും? VDD/2 ചെറിയ വാല്യൂയിലേക്ക് സ്വിച്ചിങ് ത്രഷോൾഡ് ഷിഫ്റ്റ് ആവും. ഓക്കെ, അപ്പൊ ആ ഒരു രണ്ട് കണ്ടീഷൻ കൂടെ ഈ പ്രോബ്ലത്തിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക. സിമെട്രിക് ഡിസൈൻ ആണെങ്കിൽ സ്വിച്ചിങ് ത്രഷോൾഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി VDD/2 ഈക്വൽ ആയിരിക്കും. പക്ഷെ അവിടെ ഒരിക്കലും NMOSും PMOSന്റെയും സൈസ് സെയിം ആവത്തില്ല. ഓക്കെ, PMOSന്റെ സൈസ് NMOSനെക്കാട്ടിലും എത്രയെങ്കിലും ടൈംസ് കൂടുതലായിരിക്കണം. പക്ഷേ ആസ്പെക്ട് റേഷ്യോസ് സെയിം ആയാൽ, NMOSന്റെയും PMOSന്റെയും സൈസ് സെയിം ആയാൽ സ്വിച്ചിങ് ത്രഷോൾഡ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? VDD/2 ചെറിയ ഒരു വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, സോ ഇത്രയാണ് സ്വിച്ചിങ് ത്രഷോൾഡിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെർട്ടറിന്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പവർ ഡെസിപ്പേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം.